ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ BJP ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഇന്ത്യ മുന്നണി അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കേൾക്കുന്നത് പോലെ അത്ര സ്മൂത്ത് അല്ല ഇന്ത്യ മുന്നണിയിലെ കാര്യങ്ങൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രാദേശിക പാർട്ടികളെല്ലാം ദേശീയ തലത്തിൽ കൈകൊടുത്ത് ഒരു സഖ്യമുണ്ടാക്കിയത് BJPയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. എന്നാൽ അതിൽ ചിലർക്ക് മുന്നണിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയിലെത്തുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും NCP അധ്യക്ഷൻ ശരത് പവാറുമെല്ലാം പ്രധാനമന്ത്രി കസേരയിൽ കണ്ണുവച്ചവരാണ്. കോൺഗ്രസ് കർണാടകയിൽ വമ്പൻ തെരഞ്ഞെടുപ്പ് വിജയം ഈ വർഷം ആദ്യം നേടിയപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ പലരും നിർബന്ധിതരാകുകയും രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്രാകാലത്ത് നേതൃത്വത്തിലേക്ക് വരുന്നത് നന്നാവുമെന്ന് കരുതിയവരെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം നടന്ന 5ഇടത്തെ തെരഞ്ഞെടുപ്പിലെ ഫലം മുന്നണിയിലെ കോൺഗ്രസ് നില പരുങ്ങലിലാക്കിയിരിക്കുന്നു. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും പ്രധാനമന്ത്രിയാകേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രധാന നേതാക്കളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിനെ പോലെ രാജ്യമൊട്ടാകെ സന്നാഹങ്ങളില്ലാത്തതിനാൽ, സ്വന്തം സ്ഥാനാർത്ഥിത്വം ഉയർത്തിപ്പറയാൻ നിർവാഹമില്ലാത്തതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശം വെച്ച് മമതാ ബാനർജി കോൺഗ്രസിനുള്ളിലും മുന്നണിയിലും ചെക്ക് വച്ചിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഖർഗെയുടെ ദളിത് സ്വത്വം ഉയർത്തിക്കാട്ടി ആ നിർദ്ദേശത്തെ പിന്തുണച്ചപ്പോൾ വെട്ടിലായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മാത്രമായിരുന്നില്ല. പ്രധാനമന്ത്രിക്കുപ്പായം തുന്നി കാലാകാലങ്ങളായി കാത്തിരിക്കുന്ന നിതീഷ് കുമാർ കൂടിയാണ്. ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകാനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുമായി ഓടി നടക്കുന്ന നിതീഷ് കുമാർ യോഗശേഷം അസ്വസ്ഥനായിരുന്നു. ഒന്ന് തണുപ്പിക്കാനായി രാഹുൽ ഗാന്ധി നിതീഷ് കുമാറിനെ വിളിച്ചെങ്കിലും മീറ്റിംഗിലായിരുന്നതിനാൽ സംസാരിക്കാൻ സാധിച്ചില്ല. രാഹുൽ ഗാന്ധിക്ക് മുമ്പേ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ നിതീഷ് കുമാറുമായി സംസാരിച്ചു. വിഷയങ്ങൾ മുന്നണിയിൽ അസ്വാരസ്യം സൃഷ്ടിച്ചതോടെ രാഹുൽ ഗാന്ധി NCP അധ്യക്ഷൻ ശരത് പവാറിനെയും കണ്ട് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടങ്ങി. യോഗത്തിൽ 28 അംഗ ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ പാർട്ടികളും ഡൽഹി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഖർഗെയുടെ പേര് ഉയർന്നു വന്നതും പല നേതാക്കളെയും ചൊടിപ്പിച്ചു. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളുമായി സീറ്റ് പങ്കുവയ്ക്കാൻ കോൺഗ്രസ് അടക്കം തയ്യാറായിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാമായിരുന്നുവെന്ന് നിതീഷ് കുമാർ പറഞ്ഞതും യോഗത്തെ കലുഷിതമാക്കിയിരുന്നു. ഇതിനപ്പുറം തെക്കും വടക്കും തമ്മിലുള്ള പ്രശ്നവും ഡൽഹി യോഗത്തിൽ മുഴച്ചു നിന്നു. യോഗത്തിനിടെ നിതീഷ് കുമാറിൻ്റെ ഹിന്ദി പ്രസംഗത്തിൻ്റെ തർജ്ജിമ ആവശ്യപ്പെട്ട DMK നേതാവ് TR ബാലുവിനോട് ഹിന്ദി പഠിക്കാൻ ആവശ്യപ്പെട്ട് ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ നേതാവുമായ നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ചതും യോഗം അലമ്പാകാൻ കാരണമായിരുന്നു.